ചേട്ടന് വല്ലതും വേണോ ഇനി? നീ നമ്മൾ പറയുന്നത് കേൾക്ക്. നീ പോയി ആ ആര്യാജനെ കാണും. അയാളുടെ കീഴിലല്ലായിരുന്ന നിനക്ക് മുമ്പ് പണി. ഇപ്പൊ ഒരു ജോലി തരാം. ആർക്കും എന്നോട് എന്തും പറയാം. പക്ഷെ പെണ്ണുങ്ങളെ പറ്റി മാത്രം എന്നോട് പറഞ്ഞു പോകരുത്. യശോദയെ തന്നെ ഞാൻ രക്ഷിക്കുന്നത് അവന്റെ പെങ്ങളായതുകൊണ്ടാണ്. സ്ത്രീ എന്ന സാഹചര്യത്തിനെ എവിടെ വെച്ച് കണ്ടാലും എനിക്ക് ആ ഓർമ്മ വരും. നമ്മളും കെജോനാണ്. പെണ്ണും പിടക്കൊയ്യൊക്കെ നമുക്കുണ്ട്. ഒരുപാട് മക്കളുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഒരുമിച്ചല്ലേ കൊടുക്കണത്. എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. പെണ്ണുങ്ങളെ എന്റെ മുമ്പിൽ വെച്ച് ന്യായീകരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ആരാത്? നമ്മുടെ കൃഷ്ണൻ. കൃഷ്ണ, കഴിഞ്ഞ് ഇനിയെങ്കിലും ചൊവ്വ നേരം ജീവിക്കാൻ നോക്ക്. എനിക്ക് എന്തെങ്കിലും ജോലി വേണം. ജോലിയാ? അതാ നിൽക്ക. നിന്റെ മേൽനോട്ടത്തിന് ഞമ്മളെ കൊണ്ട് കഴിയൂല കൃഷ്ണ. ഓ, ഇവന് പറ്റിയ പണി എന്തെങ്കിലും ഉണ്ടാ? ഉണ്ടോന്ന് ചോദിച്ചാല് ഇപ്പൊന്നും കാണില്ല. കൃഷ്ണ, വരുന്ന ഞായറാഴ്ച നമ്മുടെ മോന്റെ കല്യാണമാണ്. മുസ്തഫാനെ കൃഷ്ണ അറിയൂലേ? അറിയാം. പന്തലിന്റെ പണി നിന്നെ അങ്ങനെ ഏൽപ്പിച്ചു തന്നാലാ. സാധനങ്ങളൊക്കെ എന്താ വേണ്ടെന്ന് വെച്ചാല് ഇബ്രാഹിം കുട്ടിയോട് പറഞ്ഞാൽ മതി. എന്താ കേൾക്കുന്നോ? കേൾക്കണ്ടേ? എന്നാ നാളെ ഈ നേരത്ത് ഇങ്ങോട്ട് വാ. ഇപ്പൊ പോയിക്കോ. അതെ, ഈ പണിക്ക് ഈ നാട്ടിൽ വേറെ ആളെ കിട്ടാനിട്ടാണ്. അവന്റെ കെട്ടുകളെ കൊന്നേ. ആ നേരത്ത് ഞമ്മളായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. പക്ഷേ അയാളൊരു കത്തിയും തിരിയാവില്ല ഇപ്പോഴത്തെ നടപ്പ്. കത്തിയല്ലേ, മൂച്ചോടല്ലേ, ആരുടെ കയ്യിലിട്ടാലും പേടിക്കണ്ടേ. അതും ഒരുത്തിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടു കിടക്കണം. ഇതൊന്നും ഉണ്ടാകരുത്. സഹോദരികളെ, നാൾക്ക് നാൾ നമ്മുടെ നാട്ടിൽ വർഗീയത വളർന്നു വരുന്നു. മനുഷ്യൻ പരസ്പരം വെറുക്കുന്നു, അടിക്കുന്നു, കൊല്ലുന്നു. ഗുരുദേവന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശമല്ലാതെ മറ്റൊരു പോമഴിയും നമുക്കില്ല. ഈ നാടിന്റെ തിരകളിൽ നമുക്ക് ഈ സന്ദേശം എത്തിക്കണം. അതിനായി പ്രത്യേകം രചിച്ച ഗാനമാണ് ഞാൻ പാടിത്തരാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ഏറ്റുപാടണം. ലോകത്ത് രണ്ട് ജാതികളേ ഉള്ളൂ. ഒന്ന് ഉള്ളവരും ഇല്ലാത്തവരും, ചൂഷകരും ചൂഷിതരും. മറ്റെല്ലാ വിഭാഗീയ ചിന്തകളും അതിന്റെ സന്തതികളാണ്. നമ്മുടെ യൂണിയന്റെ വാർഷികാഘോഷം ആ സത്യത്തിന്റെ ഒരു പ്രകടനമായിരിക്കണം. മാധവൻ ഇങ്ങോട്ട് വരണം. പ്രസിഡന്റുമാണ്. അടുത്ത തന്നെ ഒരു മെമ്പർ കൂടി വരാൻ പോകുന്നുണ്ട്. തമാശ മനസ്സിലായില്ല? തമാശയല്ല, കാര്യമായിട്ട്. അതെ, ഒന്ന് അടങ്ങി വരാ. ഇപ്പൊ ഈ യുദ്ധത്തിന് എന്ത് കാര്യമുണ്ടായി? അളിയൻ എന്തിനാ എങ്ങോട്ടാണെന്ന് പറയാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്കാണ് ഈ പാർട്ടി ഓഫീസിൽ ഒരു അടിയന്തര കമ്മിറ്റി ഉണ്ട്. അവർക്ക് സമാജത്തിന് പോകണം. ഇവിടെ കുഞ്ഞിന് നോക്കാൻ ആളില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്ത്? ഇന്ന് സമാജം വേണ്ടെന്ന് ഞാൻ പുറത്തിറങ്ങുന്ന അവള് വഴക്കായി വാക്കേറ്റമായി. ഇന്നത്തെ യോഗം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അവൾ. എന്ത് പ്രാധാന്യമുള്ളതാണ് എന്ന് എന്ത് കേക്ക് എന്നിട്ട് അവള് പറഞ്ഞു, ഭർത്താക്കന്മാരോടുള്ള ഭാര്യമാരുടെ കടമ എന്നുള്ള വിഷയത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോവാണ്. ഓ, അപ്പൊ നിങ്ങൾ വീട്ടിലെ ചർച്ച തുടങ്ങി. ഒന്ന് ചൂലെടുത്തു. അല്ല, അവള്. ഓ, അപ്പൊ അതിന്റെ അർത്ഥം കീഴടങ്ങി പെര തൂത്ത് വൃത്തിയാക്കാൻ പോകണം എന്നെനിക്ക് തോന്നിയില്ല. പെര വൃത്തിയാക്കാൻ ചൂട് തലയോട് തന്നെ പിടിക്കുന്നത്. ഇത് മുകളിലോട്ടാ വിളിച്ചോണ്ട് വന്നത്. ഉള്ള ധൈര്യം വെച്ചോണ്ട് ഞാൻ എടുത്ത് ചാടി. ഉടനെ അവള് വിളിച്ചു പറയാ, പിന്നെ ഇങ്ങനൊരു ഭാര്യ ഉണ്ടെന്ന് കരുതി പടി കടന്നു പോകരുത്. ഇത്രയൊക്കെ വർത്താനം പറഞ്ഞിട്ട് മാധവ ഔത്തുന്നൊരു അനക്കം കേൾക്കണില്ല. ഈ ഒന്ന് പോയി വിളിച്ചോണ്ട് വാ, ഞാൻ ഒരു മധ്യസ്ഥം ഉണ്ടാക്കാം. അബ്ദുള്ള, ഞാനോക്കിന്റെ മുമ്പിലേക്ക് മുദ്രാവാക്യം വിളിച്ചോണ്ട് പറഞ്ഞാൽ ഞാൻ പോകും. കാറ്റ് ഉറങ്ങി കിടക്കുന്ന സിംഹിയെ വിളിച്ചോണ്ടാ പറഞ്ഞ ഞാൻ പോകും, വിളിച്ചോളൂ. പക്ഷെ ഇവിടെ വിളിക്കാൻ എല്ലാം കൂടെ. ഓഹോ, യശോദേ, അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും. യശോദേ, ഇപ്പൊ മരിച്ചു കാണുമായിരിക്കും. മാധവ,
ഈ ഒന്ന് പോയി വിളിച്ചിട്ട് വാ. ധൈര്യമായിട്ട് പോകാൻ പോലെ. നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നത് എനിക്ക് വേണ്ടിട്ട്. പോയിട്ട് വാ. എന്റെ അമ്മ പോയിട്ട് ചെല്ലി പോയിട്ട്. അബ്ദുള്ള, ഒരു ഭർത്താവിനോടുള്ള ഭാര്യയുടെ കടമ എന്താ? ഒരു ഭാര്യ ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇവിടെ വന്നതല്ല. എനിക്കിവിടെ എന്റെ കുഞ്ഞുണ്ട് കാണാൻ. നിങ്ങളാര്? അവന്റെ അച്ഛൻ. അച്ഛൻ? അച്ഛൻ എന്ന് പറഞ്ഞ എന്തോന്നാ? ജോലിയുടെ കുടുംബം നോക്കണം, അതാണ് ഒരു അച്ഛൻ. അയ്യോ, നീ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്നവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം എനിക്കത്രയ്ക്ക് പ്രേമമല്ലായിരുന്നു നിങ്ങളോട്. ഇപ്പൊ പ്രേമം ചത്തുപോയി. കല്യാണം കഴിഞ്ഞ പിന്നെ പ്രേമിക്കുന്നത് എന്തിനാ? രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ, അല്പം ബുദ്ധിയാണെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും നിന്നെ കല്യാണം കഴിച്ചോളെന്നതിലേക്ക് എന്നെ ആരും ബുദ്ധിമാനെന്ന് വിളിക്കില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകന് വിവാഹം അനാവശ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാറുണ്ട് അവന്റെ വിലയേറിയ സമയം അവൻ കേവലം പെണ്ണിന് വേണ്ടി നശിപ്പിക്കും. ജനങ്ങൾ എന്തോന്നായി ജനങ്ങളെന്ന് പറയുന്ന സാധനം? ആദ്യമേ സ്വന്തം വീടിനെയും കുടുംബത്തെ സ്നേഹിച്ചു പഠിക്കും, എന്നിട്ട് പുറത്തേക്കാം. അത് തന്നെയാ നിന്നോടും എനിക്ക് പറയാനുള്ളത്. നിനക്ക് എന്തിനായി മകളാ സമാജം? അയ്യോ, ഇത് സാമൂഹ്യ പ്രവർത്തനമാണ്. ഗുരുദേവന്റെ ആദർശങ്ങൾ പ്രതി മകളെ സംഘടിപ്പിച്ചുള്ള പ്രവർത്തനം, അല്ലാതെ നിങ്ങളെ ഈ നേരുന്നറിയും കെട്ട രാഷ്ട്രീയമല്ല. എന്റെ ഭർത്താവായ നിങ്ങളുടെ ഭാഗ്യം ചേച്ചി, അത്രേ ഉള്ളൂ. ഞാൻ ഭാഗ്യവാനാ. നിന്റെ ഭർത്താവായതുകൊണ്ടല്ല, നിന്നെ കൊണ്ട് എന്റെ കുഞ്ഞിനെ പ്രസവിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള എന്റെ ഭാഗ്യം. എന്താ പറഞ്ഞ? അവകാശത്തിന്മേലാ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കിപ്പോ എന്റെ കുഞ്ഞിനെ കാണും. എന്നാലേ അവനിവിടെ ഇല്ല. അവനോടെ പോയി? അവനെ ഞാൻ അങ്ങ് അനാഥ മന്ദിരത്തിൽ ഏൽപ്പിച്ചു. കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഏൽപ്പിച്ചു. ദേഷ്യം പിടിക്കാൻ പറ്റും വേണ്ട, ഇവിടുന്ന് ഇറങ്ങി തന്നാ മതി. ഒരു രാഷ്ട്രീയക്കാരൻ ജാഥയുടെ പിന്നീന്ന് മുദ്രാവാക്യം വിളിക്കലും വാൾ പോസ്റ്റ് ഒട്ടിക്കലല്ലേ നിങ്ങളുടെ രാഷ്ട്രീയം? പരിഹസിക്കണ്ടടി. ജാഥയുടെ പിന്നിൽ നിന്ന് ഒരു ദിവസം മുന്നിലെത്തുക. അതെപ്പോഴാ? ജാഥ തിരിഞ്ഞടക്കുമ്പോഴോ? ഒരു കാലത്ത് ഞാനും ഇവിടുത്തെ മന്ത്രി ആകില്ല എന്നൊന്നും നീ വിചാരിക്കണ്ട. അങ്ങനെ ഒരു അപകടം എന്റെ നാടിന് സംഭവിച്ചാൽ അന്ന് ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും. യശോദേ, നിന്റെ ചേട്ടൻ കെട്ടിയവളെ വെട്ടിക്കൊന്നവൻ. അതിന് ഞാനെന്ത് വേണം? ആളിയന്റെ പാരമ്പര്യം ഞാൻ നിലനിർത്തുന്നു. എന്താ പറഞ്ഞത്? അതിനുള്ള ധൈര്യം നോക്കട്ടോ. കൊല്ലടാ ഭാര്യ. ഞാൻ എന്നെ പേടിക്കണ്ട. ഇങ്ങനെയുള്ള ഭാര്യമാർ ജീവിച്ചിരിക്കരുത്. പിടി, കൊല്ല്. അതെയാ, ഞാൻ ദേഷ്യം കൊണ്ട്. സങ്കടം കൊണ്ട് ആരെയും കൊല്ലില്ല. ദേഷ്യവും വെറുപ്പും തന്നെ വേണം അതിന്. ഇപ്പോൾ നിനക്ക് ആവശ്യത്തിനുണ്ട്. പിടി. എന്റെ പെങ്ങളാണെങ്കിലും സ്ത്രീയാണ്. ഞാൻ ഇവിടെ കൊന്നാൽ പെങ്ങളെ കൊന്നെന്ന് പറയും, നീ കൊന്നാൽ ഭാര്യയെ കൊന്നെന്ന് പറയും. നോക്കി നിൽക്കാതെ കൊല്ലലാവളെ. കുത്തിയിലേക്ക് എനിക്ക് നല്ല പരിചയം. നീ തണുത്തു പോയടാ. ഇനി നിന്നെ കൊണ്ടാവില്ല. ഈ നിൽക്കുന്നത് ആരാണ്? ഇനി നിന്നോട് ആര് ചോദിച്ചത് ഈ നിൽക്കുന്നത് ആരാണ് നിന്റെ? എന്റെ